രാജ്യം അതുവരെയും കണ്ടിട്ടില്ലാത്ത രക്ഷാദൗത്യത്തിന് ഷിരൂർ സാക്ഷ്യം വഹിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ കേട്ടൊരു പേരായിരുന്നു ലോറി ഉടമ മനാഫിൻ്റേത്. അർജുനെ കിട്ടിയില്ലായിരുന്നെങ്കിൽ താൻ ഇപ്പോഴും ഗംഗാവലിപ്പുഴയ്ക്കരികിൽ നിൽക്കുമായിരുന്നുവെന്നാണ് മനാവ് പറയുന്നത്. അർജുന് ശേഷം മനാവിൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു? നിഖിൽ പ്രമേഷിൻ്റെ റിപ്പോർട്ട്. കൃത്യം ഒരു വർഷം മുൻപ് ഏതാണ്ട് 72 ദിവസത്തോളം മലയാളികൾ ഏറ്റവും കൂടുതൽ അർജുനൊപ്പം കേട്ട പേരാണ് മനാഫിൻ്റേത്. അർജുനെ ഒരു സഹോദരനെ പോലെ സ്നേഹിച്ച മനാഫ് നമ്മളോടൊപ്പം ചേരുകയാണ്. ആ ദിവസങ്ങൾ ഇപ്പോൾ ഓർക്കുമ്പോൾ എന്താണ് മനാഫിൻ്റെ മനസ്സിലേക്ക് വരുന്നത്? ഓർക്കാറുണ്ടോ ആ ദിവസങ്ങൾ? ഓർക്കാത്ത ഒരു ദിവസം പോലും ഇല്ല. ഒരു സ്വതന്ത്ര ഇന്ത്യയിൽ ഇതുവരെ ഒരാൾക്കും വേണ്ടിയിട്ട്, ഒരു വ്യക്തിക്കും വേണ്ടിയിട്ട് ഇത്തരത്തിൽ തെരച്ചിൽ നടന്നിട്ടില്ല. ആ രൂപത്തിൽ എല്ലാ സംവിധാനവും ഉപയോഗിച്ച്, എല്ലാ മിഷനറി ഉപയോഗിച്ച് നടത്തിയ ഒരു തെരച്ചിലേന് അവസാനം 72 ദിവസങ്ങൾക്ക് ശേഷം അതിനൊരു സമാപ്തി ഉണ്ടായി. ഒരുപാട് പ്രയാസങ്ങളും ഒരുപാട് എന്താ പറയുക പരിഹാസങ്ങളും ഇതൊക്കെ കേൾക്കേണ്ടി വന്നു ഈ ഒരു ദൗത്യത്തിൻ്റെ പിന്നിൽ നിന്നതിന്. അതിനുശേഷമുള്ള താങ്കളുടെ ഒരു ജീവിതം എങ്ങനെയാണ്? അതിൻ്റെ പിന്നിൽ ഒരുപാട് സഹായങ്ങൾ നമുക്ക് ആ സമയത്ത് കിട്ടിയ ആളുകളുണ്ട്. അവരൊക്കെ തിരിച്ച് ഈ ഒരു കൊല്ലത്തിൻ്റെ ഇടയിൽ എല്ലാവർക്കും സഹായിക്കാൻ കഴിഞ്ഞ്. ഈശ്വർ മൽപ്പൻ്റെ മക്കളെ നമുക്ക് ചികിത്സിക്കാൻ കഴിഞ്ഞ്. പിന്നെ ജഗന്നാഥൻ്റെ മക്കളെ കല്യാണത്തിന് എല്ലാ സജ്ജീകരണവും എല്ലാ കാര്യങ്ങളും നമ്മളെ സ്വന്തം സഹോദരിൻ്റെ കല്യാണമാതിരി 2 പെൺകുട്ടികളെ കല്യാണം, അങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ടായിന്. ഒരു രേവന്ത് അവൻ്റെ ഓട്ടോറിക്ഷ ആക്കി കൊടുക്കാൻ, അങ്ങനെ ഒരുപാട് ആളുകളെ ആ രീതിയിൽ സഹായിക്കാനും അവരൊക്കെ നമ്മളെ കൂടെ നിന്നതിന് എല്ലാവരെയും നമ്മൾ സഹായിക്കാനൊക്കെ കഴിഞ്ഞ്. എങ്ങാനും ഇവനെ കിട്ടിയില്ലെങ്കിൽ ഞാൻ ഇന്നും ഗംഗാവലി പോയിൻ്റെ സൈഡിൽ തന്നെ നിൽക്കേണ്ടി വരും. അന്ന് കേട്ടത് ഈ അർജുൻ്റെ കുടുംബവുമായിട്ട് ചില വിയോജിപ്പുകൾ ഉണ്ടായിരുന്നു, പിന്നീട് അത് പറഞ്ഞു തീർത്തു എന്നൊക്കെ പറഞ്ഞു. എന്താണ് അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ? നിങ്ങൾക്ക് എന്തെങ്കിലും കോണ്ടാക്ട് അവരുമായിട്ടുണ്ടോ? അവർക്ക് നഷ്ടപ്പെട്ടതാണ് സത്യത്തിൽ ഏറ്റവും വലിയ നഷ്ടം. എൻ്റെ നഷ്ടങ്ങളൊക്കെ എനിക്ക് പിന്നീട് എപ്പോഴെങ്കിലും നികത്താവുന്നതേ ഉള്ളൂ. സാമ്പത്തിക നഷ്ടങ്ങളും കുറച്ച് മാനസികമായിട്ടുള്ള പ്രയാസങ്ങളൊക്കെ എനിക്കുള്ളൂ. അതൊക്കെ നമുക്ക് നികത്താൻ പറ്റും. പക്ഷെ അവർക്ക് നഷ്ടപ്പെട്ട നഷ്ടം ഒരിക്കലും നികത്താൻ പറ്റില്ല. അപ്പോൾ ഇതാണ് ഇത്രയും കാര്യങ്ങൾ. ലോറി ഉടമ മനാഫ് എന്നാണ് അദ്ദേഹത്തെ തന്നെ വിശേഷിപ്പിച്ചിരുന്നത്. അപ്പോൾ ലോകത്തെമ്പാടുമുള്ള മലയാളികൾ പറഞ്ഞിരുന്നതും അങ്ങനെ തന്നെയാണ്. എന്തായാലും ഈ ഓർമ്മകളിലൂടെ തന്നെ സഞ്ചരിക്കുകയാണ് മനാഫും. നിഖിൽ പ്രമേഷ്, 24 കോഴിക്കോട്.